ഹേ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക തോരനാണേ. നമ്മൾ ആദ്യം തന്നെ കക്കയൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി നമ്മൾ കാണുന്നത്. ഒണിയൻ വേണം. ഒണിയൻ നമ്മൾ ചോപ്പറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ചോപ്പറാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചോപ്പർ വെച്ചിട്ട് നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് നല്ല ഫൈനായിട്ട് ചെറിയ പീസായിട്ടാണ് നമ്മൾ ചോപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വഴണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള മസാലയാണ് ചെയ്യുന്നത്. നമുക്ക് തേങ്ങ വേണം, തേങ്ങ തിരുകിയത് വേണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മസാല വേണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുരുമുളകൊക്കെ ഇട്ട് നല്ലതായിട്ട് ചതച്ച് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് നമുക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളിയില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമല്ലോ, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മസാലകളില്ലേ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച കക്കയിറച്ചി കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് അടുക്കി പിടിക്കാതെ നമ്മൾ കുറച്ച് നല്ലപോലെ ഇളകി കൊടുക്കാം. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആ ഒരു കളറ് വേണ്ട അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിയൊന്നും കൂടത്തില്ല. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കക്കയിറച്ചി റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ.